ഇന്ന് നമ്മൾ SSLC ഫിസിക്സിൽ വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് എ ഗുഡ് ഫ്യൂവൽ മസ്റ്റ് ഹാവ്? ഒരു നല്ല ഇന്ധനത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? 3 പോയിന്റ് ആയിട്ടാണ് നമ്മുടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അതായത് 3 മാർക്കിന്റെ ആണെങ്കിൽ 3 പോയിന്റ് എഴുതിയാൽ മതിയാവും. ഷുഡ് ബി ഈസിലി അവൈലബിൾ, അതായത് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഷുഡ് ബി ലോ കോസ്റ്റ്, ചെലവ് കുറവായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ഷുഡ് ഹാവ് എ ഹൈ കലോറിഫിക് വാല്യൂ, ഉയർന്ന കലോറിക മൂല്യമുള്ളതായിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനത്തിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ കണ്ടെത്തുക. പ്രധാനമായും 2 ഫീൽഡുകളിലാണ് നമ്മൾ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി, അതായത് ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പിക്കും, അതുപോലെ തന്നെ ഇൻ ദ ഫീൽഡ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ്, വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളായും ഈ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്നു. ഇനി നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ സോളാർ സെൽ? സോളാർ പാനലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? എന്ത് പ്രവർത്തനം നടക്കുന്നത്? ലൈറ്റ് എനർജി കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി, പ്രകാശോർജം വൈദ്യോർജമായി മാറുന്നു.